അങ്ങനെ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. സ്വപ്പം മ്യൂസിക് കേൾക്കാം. വെളിവില്ലാത്ത മുഖ്യഞ്ചി വിരളി പൂണ്ട മുഖ്യഞ്ചി പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. വെളിവില്ലാത്ത മുഖ്യഞ്ചി വിരളി പൂണ്ട മുഖ്യഞ്ചി ചോദ്യം കേട്ടാൽ കല്ലിത്തുള്ളുന്ന ഉസിരില്ലാത്ത മുഖ്യ. എന്തൊരു ഭാഷയാണത്? ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഭാഷ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. വീട്ടിൽ പോയി ചോദിക്കാൻ വീമ്പ് ചൊല്ലിയ മുഖ്യഞ്ചി വീട്ടിലിരിക്കാൻ സമയമായി മറുപടി ഗിരിപോട്ട. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ. സ്വർണം കട്ടവർ വോട്ടിനു വന്നാൽ കരണം നോക്കിയിട്ടൊന്നു കൊടുക്കൂ. ഞാൻ അടിച്ചവരുടെ കാരണം വിളിക്കും. വികസന കുതിപ്പല നാടിൻ നെഞ്ചിനകം വെട്ടിപ്പിടിച്ചൊരു പിണറായി. വെറുതെ സൂചിപ്പിക്കാനല്ലേ? എന്നാ നിനക്ക് കുറച്ച് സുഖം തരാടാ. 10 വർഷം നാട്ടു പരിച്ചാകെ കുട്ടിച്ചോറായി അതിലയ്യപ്പന്റെ പൊന്നു കട്ട കഥകളും ബഹുജോറായി. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. അപ്പൊ സോഷ്യലിസവും വരും, കമ്മ്യൂണിസവും വരും, പരസ്പരമുള്ള സ്നേഹം വളരും. നാടാകെ വന്നിടണേ വോട്ടൊന്നായി തന്നിടണേ നാടിൻ പ്രിയ സാരഥിയിലായി. നാടാകെ മാറിടുവാൻ നേരിനായി തന്നിടണം UDF-നൊരു വോട്ട്. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. നാട്ടിൽ തെരഞ്ഞെടുപ്പല്ലേ? അതെപ്പോ അപ്പ അഴകെ ഉണ്ട് ആണോ? എന്നാ കണ്ടിന്യൂ. നാടിൻ നായകനും റെഡിയല്ലേ, ഇനി ഒന്നിച്ചു നീങ്ങുകയല്ലേ, നൽകാം വോട്ട് വോട്ട്. സാറേ ആ താളം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെയാണ്, എന്നാലും ടച്ചൊക്കെ വിട്ടിട്ട് കുറെ കാലമായില്ലേ? അതാ നാടിൻ നന്മയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ വോട്ട് LDF-ൽ തന്നെ നൽകണം. എന്റെ പൊന്നോ വേണ്ട. വോട്ടത്തിന്റെ കള്ളവല വീശി പൊള്ളത്തരം കാട്ടിപ്പണം പേശി നേതാക്കളെ കൊണ്ടെത്ര യാചിച്ചാകെ നാറിയെല്ലാം തുലച്ച്. ഇത് പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. LDF-ഇനിയും വരും എങ്ങും വിജയത്തിൽ കൊടി പറന്നേ. കൊള്ളാം. നിങ്ങള് തന്നെ ഈ നാടിനെ കാത്തിടണം. ഇന്നിനി വയ്യ. നമ്മള് തന്നെ ഈ വാടിനെ കാത്തിടണം. എന്തിനാ അതിന്റെ താഴെ ഇരുന്ന് തണ്ടാനോ? മതി ഭരണം അടിപിടി ജോറ് ഭരിച്ചു മുടിച്ചവർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. രാത്രിയാവുമ്പോ ഇത് ഇതിനപ്പുറവും ചെയ്യണം. നടന്നു നാട്ടാരെ പ്രശ്നമെല്ലാം അറിഞ്ഞോ ലീഗിന്റെ ഉത്തമ നേതാവ് ചൈന ഭാഷ പറയുന്നോടാ. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം.